ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. വത്തിക്കാൻ അംഗീകരിച്ച ഭാരതത്തിലെ പ്രഥമ ദിവ്യകാരുണ്യ അത്ഭുതമാണിത്. 12 വർഷത്തെ നീണ്ട ശാസ്ത്രീയ ദൈവശാസ്ത്ര പഠനങ്ങൾക്കൊടുവിലാണ് പരിശുദ്ധ സിംഹാസനം ഈ അത്ഭുത പ്രതിഭാസത്തിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ് ദേവാലയം ഇന്ന് ആഗോള തീർത്ഥാടന ഭൂപടത്തിൽ സവിശേഷമായ ഇടമാണ്. കൃത്യം ഒരു വർഷം മുമ്പ്, അതായത് 2025 മെയ് 31 ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡ് ജിരേലി ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 2013 നവംബർ 15 ആ അത്ഭുത സംഭവം. വികാരി ഫാദർ തോമസ് പതിക്കൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വന്നത്. ഉടൻ തന്നെ ആ തിരുവോസ്തി മാറ്റി വെക്കുകയും പിന്നീട് വിശ്വാസികളെ കാണിച്ച ശേഷം പരസ്യ ആരാധനയ്ക്കായി പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. തുടർന്നാണ് സീറോ മലബാർ സഭയുടെ ഡോക്ട്രിനൽ കമ്മീഷൻ ഇതിൽ പഠനം ആരംഭിച്ചത്. വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയ പരിശോധനകൾക്കായി തിരുവോസ്തി റോമിലേക്ക് കൊണ്ടുപോയി. തിരുവോസ്തിയുടെ തിരുമുഖത്തിന് പിന്നിൽ മറ്റു ബാഹ്യ പദാർത്ഥങ്ങളുടെയോ രാസവസ്തുക്കളുടെയോ സ്വാധീനമില്ലെന്നും ഇത് തികച്ചും അത്ഭുത പ്രതിഭാസമാണെന്നും ശാസ്ത്രലോകം വിലയിരുത്തി. ഒപ്പം ദൈവശാസ്ത്രജ്ഞരുടെ സമിതിയും ഇത് ശരിവെച്ചു. 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് വത്തിക്കാന്റെ അന്തിമ അംഗീകാരം ലഭിച്ചത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ഈ സന്തോഷ വാർത്ത വിശ്വാസ ലോകത്തെ അറിയിച്ചത്. അംഗീകാരത്തിന്റെ 1-ാം വർഷം തികയുന്ന ഈ വേളയിൽ തിരുവോസ്തിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസവും വിളക്കന്നൂരിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയ പരിശോധനകളുടെ എല്ലാ കടമ്പകളും കടന്ന് വത്തിക്കാന്റെ ഔദ്യോഗിക മുദ്ര പതിഞ്ഞ വിളക്കന്നൂരിലെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ അഭിമാനമായി നിലകൊള്ളുന്നു.